ഹലോ ഒപ്പം വന്നിരിക്കുന്ന കുറച്ച് ലേറ്റസ്റ്റായി വന്ന സിനിമ അപ്ഡേറ്റ് സംസാരിക്കാനായിട്ടാണ് ആദ്യമായിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ തന്നെ ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ MT വാസുദേവൻ നായരുടെ ആന്തോളജിക്ക് ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മനോരഥങ്ങളിൽ നിന്നാണ്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ജൂലൈ 15 ഇതിന് ട്രെയിലർ പുറത്തിറങ്ങുന്നുണ്ട്. സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന Z5 ആയിരിക്കും. ട്രെയിലറിൽ ഇതിൻ്റെ സ്ട്രീമിംഗ് ഡേറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ട്രെയിലർ ജൂലൈ 15 നമ്മുടെ MT വാസുദേവൻ നായരുടെ ജന്മദിനത്തിൻ്റെ അന്നാണ് പുറത്തിറങ്ങുന്നത്. ഓരോ പ്രൊമിസിങ് ഡയറക്ടേഴ്സാണ് 8 എപ്പിസോഡ്സും ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിയദർശൻ, അതുപോലെ തന്നെ മഹേഷ് നാരായൺ, ശ്യാം പ്രസാദ് എന്നിവരൊക്കെയാണ് പല എപ്പിസോഡ്സും ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡാണ് ഓളവും തീരവും. അതുപോലെ തന്നെ ശീലഗീതങ്ങൾ എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ബിജു മേനോൻ എന്നിവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അഭയം തേടി എന്ന എപ്പിസോഡിൽ സിദ്ദിഖ്, അതുപോലെ തന്നെ കാഴ്ച എന്ന് പറഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പാർവതി, നരൻ എന്നിവരൊക്കെയാണ്. സ്വർഗം തുറക്കുന്ന സമയം എന്ന എപ്പിസോഡിൽ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ, നെടുമുടി വേണു എന്നിവരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വിൽപ്പന എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ആസിഫ് അലിയൊക്കെയാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ കടൽ കാറ്റ് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ അപർണ ബാലമുരളി, അതുപോലെ തന്നെ ഷെർലോക്ക് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ മഹേഷ് നാരായണൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഫഹദ് ഫാസിലൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു യാത്രയിലാണ് നമ്മുടെ രഞ്ജിത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കി അഭിനയിച്ചിരിക്കുന്നത്. ഇങ്ങനെ 8 എപ്പിസോഡ്സ് ആണ് കംപ്ലീറ്റ് ഉള്ളത്. അതായത് ട്രെയിലറിനായിട്ട് കാത്തിരിക്കാം നമുക്ക് ജൂലൈ 15. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ധനുഷിൻ്റെ പുത്തൻ സിനിമയാണ് റയാൻ എന്ന് പറഞ്ഞ സിനിമ. ധനുഷ്, SJ സൂര്യ, കാളിദാസ് ജയറാം, അപർണ എന്നിവരൊക്കെയാണ് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. ഡയറക്ഷൻ നമ്മുടെ ധനുഷാണ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 26 നമ്മുടെ ധനുഷിൻ്റെ പിറന്നാൾ ദിനത്തിനാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. സെൻസർ ബോർഡിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ട്രെയിലർ ജൂലൈ 16 ചൊവ്വാഴ്ച പുറത്തിറങ്ങും. 2 മിനിറ്റ് 36 സെക്കൻഡാണ് ട്രെയിലറിൻ്റെ മൊത്തത്തിലുള്ള റൺ ടൈം കണക്കാക്കപ്പെടുന്നത്. എന്തായാലും സിനിമയുടെ ട്രെയിലറിനായിട്ട് കാത്തിരിക്കാം നമുക്ക് ജൂലൈ മാസം 16 ചൊവ്വാഴ്ച. അതുപോലെ തന്നെ റിലീസ് 26 അടുത്ത അപ്ഡേറ്റ് പ്രൊഡക്ഷൻ നമ്പർ 1 എന്ന സിനിമേൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ അപ്ഡേറ്റ്, ടൈറ്റിൽ പോസ്റ്റ് അനൗൺസ്മെൻറ്റ് അപ്ഡേറ്റ് ഈ വരുന്ന നാളെ 6 മണിക്ക് പുറത്തിറക്കും. നമ്മുടെ ഫഹദ് ഫാസിൽ, നസ്രിയ, അതുപോലെ തന്നെ അൻവർ റഷീദ് എന്നിവർ എൻ്റർടൈൻമെൻറ്റ്സ് ഒഫീഷ്യൽ പേജ് വഴിയായിരിക്കും ഈ ഒരു പ്രൊഡക്ഷൻ നമ്പർ 1ൻ്റെ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. A&R എന്ന് പറഞ്ഞ മീഡിയ ലാബ്സൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമ. അടുത്ത അപ്ഡേറ്റ് വാഴ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് തീയതിയും പുതിയൊരു പോസ്റ്ററും പുറത്തിറക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 വാഴ എന്ന് പറഞ്ഞ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. ഡയറക്ടറൊക്കെ നമ്മുടെ ആനന്ദ് മേനോനാണ്. തിരക്കഥ എഴുതിയിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ യൂട്യൂബേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് ഒക്കെ ഏറെക്കുറെ ആക്ട് ചെയ്ത ഒരു സിനിമയും കൂടിയാണ് വാഴ എന്ന് പറഞ്ഞ സിനിമ. ഓഗസ്റ്റ് 15 റിലീസ്. SN സ്വാമിയുടെ CBI 5 ശേഷം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വരികയാണ്, സീക്രട്ട്. ധ്യാൻ ഒക്കെയാണ് സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. 2 കിടിലൻ പോസ്റ്റേഴ്സൊക്കെ ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്ത് ഉറപ്പിച്ച് വന്നിട്ടുണ്ട്. ജൂലൈ 26 സിനിമ തിയേറ്റർ റിലീസിന് വരുന്ന SN സ്വാമിൻ്റെ തിരക്കഥയിൽ വരുന്ന സീക്രട്ട് എന്ന സിനിമ. അങ്ങനെ മഞ്ജു വാര്യർ കൃത്യം 4 മണിക്ക് ഇന്ന് ഹണ്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ കിടിലൻ ടീസർ അങ്ങനെ പുറത്തിറക്കിയിരിക്കുകയാണ്. ഷാജി കൈലാസ് ആണ് സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഭാവന, രഞ്ജി പണിക്കർ എന്നിവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് മെയിൻ കഥാപാത്രങ്ങളായിട്ട്. എന്തായാലും സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നവർ കണ്ടു നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഹണ്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ടീസറിൻ്റെ. അടുത്ത അപ്ഡേറ്റ് ആനിമൽ എന്ന സ്വമ്പൻ സിനിമ ഡയറക്ടറായ സന്ദീപ് റെഡ്ഡി വാങ്കേൻ്റെ പ്രഭാസ് അണ്ണൻ കോമ്പോയിൽ വരണിരിക്കുന്ന സിനിമയാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ. വില്ലനൊക്കെ അങ്ങ് സൗത്ത് കൊറിയയിൽ നിന്നാണ്. എന്തായാലും ഈ സിനിമയിൽ നമ്മുടെ പ്രഭാസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഒരു ഗ്രേ റോൾ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു ഗ്രേ ഷെയ്ഡിലൊരു പോലീസ് ഓഫീസർ. ആദ്യമേ തന്നെ നല്ല രീതിയിൽ ഹോണസ്റ്റ് ആയൊരു പോലീസ് ഓഫീസർ, പക്ഷേ അതിന് ശേഷം അദ്ദേഹം നല്ല രീതിയിൽ നെഗറ്റീവായ ഒരു റോളിലോട്ട് മാറുന്ന ഒരു സ്റ്റോറി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഷൂട്ടൊക്കെ ഈ ഒരു വർഷം ഡിസംബർ മാസമാണ് ആരംഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യവാരം എന്നാണ് കേൾക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ബാബ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് പാലക്കാടിൽ വെച്ചിട്ടാണ് സിനിമയുടെ പൂജ നടന്നിരിക്കുന്നത്. ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ധ്യാൻ രാജ് ശങ്കറാണ്. ധ്യാൻ ശ്രീനിവാസ്, വിനീത് ശ്രീനിവാസ്, നമ്മുടെ ദിലീപ് ഏട്ടൻ, അങ്ങനെ വലിയ വലിയ കാസ്റ്റൊക്കെയാണ് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും സിനിമയിലുള്ളത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശ്രീ ഗോകുലം മൂവീസാണ്. എന്തായാലും സിനിമയുടെ പൂജ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സൈക്കോസിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. എന്തായാലും സിനിമയുടെ കാസ്റ്റൊക്കെ ഓരോ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. എന്തായാലും സിനിമയുടെ ഷൂട്ടിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. മുക്കുത്തി അമ്മൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒഫീഷ്യൽ ഒരു മോഷൻ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ടീസർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സിനിമേൻ്റെ നമ്മുടെ നയൻതാരയാണ് ഇപ്പോഴും അമ്മനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. വെയിൽസ് ഫിലിം ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ കമ്പനിയും അതുപോലെ തന്നെ റൗഡി പിക്ചേഴ്സുമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഇപ്രാവശ്യം. പക്ഷേ സിനിമേൻ്റെ തിരക്കഥാകൃത്തിനെയും ഡയറക്ടറിനെയും ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. RJ ബാലാജി ആവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും നയൻതാര അഭിനയിക്കാൻ പോകുന്ന മുക്കുത്തി അമ്മൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഡയറക്ടർ കൺഫേം ആയിട്ടില്ല. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു കൺഫർമേഷനായിട്ട്.
അടുത്ത അപ്ഡേറ്റ് കമൽഹാസൻ്റെ അടുത്ത 237 സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. സിനിമയെ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് അൻബറിവ് ആയിരിക്കും. ഷൂട്ടിംഗ് സെപ്റ്റംബർ മാസമായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. ഒരു ആക്ഷൻ പാക്ക്ഡ് വമ്പൻ പടമാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ഒക്കെ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കൂലി എന്ന സിനിമേൻ്റെ ഭാഗത്തു നിന്നാണ്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ലോകേഷ് കനകരാജാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രജനീകാന്ത് സിനിമയിൽ നെഗറ്റീവ് വേഷത്തിലാണെന്ന്. ഏതായാലും കുറച്ചും കൂടി വലിയൊരു അപ്ഡേറ്റ് ആണ്. വലിയൊരു ബിഗ് ബഡ്ജറ്റ് സെറ്റാണ് ചെന്നൈയിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സെറ്റിൽ നമ്മുടെ ശ്രുതി ഹാസനും അതുപോലെ തന്നെ രജനീകാന്തും ഒന്നിക്കുന്ന ഒരു സീൻസ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇൻവോൾവ് ആവുന്ന 2025 സമ്മറിനാണ് സിനിമ തിയേറ്റർ റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലൊരു ഹൊറർ ആക്ഷൻ രീതിയിൽ സിനിമ ഫിലിം ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമയുടെ കൂടുതൽ ഷൂട്ടിംഗ് അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക്. ശിവരാജ് കുമാർ നമ്മുടെ ജയിലർ സിനിമയിൽ നമ്മുടെ രജനീകാന്തിൻ്റെ കൂടെ ചേർന്ന് അഭിനയിച്ച ഒരു അദ്ദേഹമാണ് ശിവരാജ് കുമാർ. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് 131 സിനിമ. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ വന്നിരിക്കുകയാണ്. സാം എസ് ആണ് ഈ സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. കാർത്തിക് അഡ്വേദിയാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. സിനിമയുടെ ഷൂട്ടൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമേൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ആ സിനിമ സത്യം പറഞ്ഞാൽ രാംചരൻ്റെ 16ാമത്തെ സിനിമയിൽ കന്നഡ ആക്ടറായ നമ്മുടെ ശിവരാജ് കുമാർ കാസ്റ്റിലുണ്ടെന്നാണ് അപ്ഡേറ്റിൽ കൺഫേം ചെയ്തിരിക്കുന്നത്. രാംചരൺ അതുപോലെ തന്നെ നമ്മുടെ ശിവരാജ് കുമാർ എന്നിവരൊക്കെയാണ് അപ്പോൾ ആ സിനിമയിലുള്ളത്. റഹ്മാനാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ബുച്ചി ബാബു തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമയുടെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നമ്മുടെ തമിഴിലെ തന്നെ അല്ലെങ്കിൽ മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു സിനിമയായിരിക്കും വെയിൽ എന്ന് പറഞ്ഞ സിനിമ. ബേസിക്കലി ഈ സിനിമേൻ്റെ തിയേറ്റർ റിലീസിന് ശേഷമുള്ള ടെലിവിഷൻ പ്രീമിയർ ചെയ്ത കൈരളിക്കാർ ഈ സിനിമേനെ അങ്ങ് ഹൈലൈറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മലയാളം ഡബ്ബൊക്കെ. എന്തായാലും ഇതൊന്നും കൂടി റീ റിലീസ് ചെയ്യാണ് ജൂലൈ മാസം 19 4K വേർഷനിൽ. എന്തായാലും ഈ സിനിമേൻ്റെ റീ റിലീസിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. വെയിൽ എന്ന സിനിമേൻ്റെ ഐ ആം കാതലൻ എന്ന സിനിമേൻ്റെ റിലീസ് അപ്ഡേറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു സൂചന ലഭിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഓഗസ്റ്റിനാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. നെസ്ലൻ, ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ ലിജോ മോൾ ജോസ് എന്നിവരൊക്കെയാണ് സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കോക്കോ എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ മ്യൂസിക് കമ്പോസറായ സിദ്ധാർത്ഥ് പ്രദീപാണ് ഈ സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഗിരീഷ് ഏടിയാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. കാറ്റഗറി നോക്കുകയാണെങ്കിൽ സൈബർ ക്രൈം ത്രില്ലർ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് സിനിമേൻ്റെ ജേണർ. അടുത്ത അപ്ഡേറ്റ് വിടുതലേ എന്ന സിനിമ സെക്കൻഡ് പാർട്ടിന് ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് ആണ്. വെട്രിമാരൻ ഡയറക്ഷനിൽ വരാനിരിക്കുന്ന ഒരു വമ്പൻ സിനിമയാണ് വെട്രിമാരൻ്റെ വിടുതലേ എന്ന സിനിമ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടൊക്കെ വൻ തീയായിരുന്നു. സുരൈ അതുപോലെ തന്നെ വിജയ് സേതുപതി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ജൂലൈ 17 പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും വിടുതലൈ സെക്കൻഡ് പാർട്ടിന് ഫസ്റ്റ് ലുക്കിനായിട്ട് കാത്തിരിക്കാം നമുക്ക് ജൂലൈ മാസം 17. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമയിലെ മലയാളം ആക്ടറായ മെബു ജോർജ് വില്ലൻ വേഷം ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു നെഗറ്റീവ് റോളിൽ സിനിമയിൽ ഫൈറ്റ് സീൻസ് ഓൾമോസ്റ്റ് 2 മിനിറ്റ് എങ്ങാണ്ട് ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള. എന്തായാലും സിനിമയുടെ ഷൂട്ടൊക്കെ ആ ഒരു ഷോട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ അടുത്ത ഷെഡ്യൂളൊക്കെ ഹൈദരാബാദിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. മലയാളത്തിൽ മറ്റു ചില ആക്ടേഴ്സും സിനിമയിൽ ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ ഓണം റിലീസ് വമ്പൻ റിലീസ് തന്നെയാണ്. മെഗാസ്റ്റാറിൻ്റെ ബസൂക്ക സിനിമയും നമ്മുടെ ലാലേട്ടൻ്റെ ബറോസ് സിനിമയും ക്ലാഷ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സെപ്റ്റംബർ 12 ഈ 2 സിനിമകളും ക്ലാഷ് റിലീസ് ചെയ്യാൻ പോകും. നമ്മുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഗെയിം ത്രില്ലർ സിനിമയാണ്. നമ്മുടെ ഡിനോ ഡെന്നിസാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ബറോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. 2 സിനിമകളും 2 ജേണറാണ്. ഒന്ന് ഫാൻറ്റസി ആണെങ്കിൽ മറ്റൊന്ന് ഗെയിം ത്രില്ലർ കാറ്റഗറിയാണ്. എന്തായാലും ഈ 2 സിനിമകൾ തിയേറ്റർ റിലീസിന് വരുമ്പോൾ എന്തായാലും കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു വൻ തീ തന്നെയായിരിക്കും ഓണം റിലീസ് ഈ വർഷത്തെ. എന്തായാലും കാത്തിരിക്കേണ്ട ചെയ്യാം നമുക്ക് 2 സിനിമേൻ്റെയും കിഡ്ലൻ പ്രൊമോഷൻ മെറ്റീരിയൽസിനായിട്ട്. അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന വമ്പിൻ സിനിമേൻ്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 2 ഈ സിനിമ റിലീസിന് വരുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവരൊക്കെയാണ് സിനിമയിൽ കാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. സിനിമേൻ്റെ സോങ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സിംഗിളൊക്കെ. എന്തായാലും അഡിയോസ് അമീഗോ എന്ന സിനിമേൻ്റെ കൂടുതൽ പ്രൊമോഷൻ മെറ്റീരിയലിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. ലാലേട്ടൻ, സുരേഷ് ഗോപി, ശോഭന ചേച്ചി എന്നിവരൊക്കെ അഭിനയിച്ച മണിച്ചിത്രത്താഴ് ഒന്നും കൂടിയും തിയേറ്റർ റിലീസിന് വരികയാണ്. അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് ഇപ്രാവശ്യം 4K ക്വാളിറ്റിയിൽ തിയേറ്റർ റിലീസിനെ തേടി വരികയാണ്. ഓഗസ്റ്റ് മാസം 17 ചിങ്ങം 1 റിലീസ് ചെയ്യാൻ പോകുന്നത്. E4 മൂവീസ് ആയിരിക്കും ഇപ്രാവശ്യം ഈ സിനിമ ഒന്നും കൂടിയും തിയേറ്റർ റിലീസിനായിട്ട് കൊണ്ടുവരുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. യാഷിൻ്റെ ഇനി വരാൻ പോകുന്ന വമ്പൻ സിനിമകളുടെ അപ്ഡേറ്റ്സ് ലഭിച്ചിരിക്കുകയാണ്. യാഷ് നമ്മുടെ രാമായണ സിനിമയിൽ
വലിയൊരു വേഷം ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വരാനിരിക്കുന്ന സിനിമയാണ് ടോക്സിക് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഷൂട്ട് ഇപ്പോൾ മുംബൈയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. എന്തായാലും ഈ 2 സിനിമകളിലാണ് അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന പ്രസൻസ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ടോക്സിക് എന്ന സിനിമയുടെ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ഒരു മാസം അവസാനം കാണാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് കെവിൻ നായകനാൻ പോകുന്ന അടുത്ത സിനിമേൻ്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ്. ജൂലൈ 22-നാണ് സിനിമ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നത്. നയൻതാരയാണ് സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. ഈ സിനിമ നിർമ്മിക്കുന്നത് 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ആണ്. നമ്മുടെ ലിയോ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത്. എന്തായാലും സിനിമയുടെ പൂജ കംപ്ലീറ്റ് ആയതാണ്. എന്തായാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. സർദാർ എന്ന ഫസ്റ്റ് പാർട്ടിൻ്റെ വമ്പൻ സക്സസിന് ശേഷം സിനിമ സെക്കൻഡ് പാർട്ടിന് ഷൂട്ട് അല്ലെങ്കിൽ പൂജ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കാൻ പോകുന്നത് ചെന്നൈയിൽ വെച്ചിട്ട്. സിനിമയുടെ സെക്കൻഡ് പാർട്ടുള്ള പോലെ തന്നെയാണ് ഫസ്റ്റ് പാർട്ടുള്ള പോലെ തന്നെ കിഡിലൻ കോൺസെപ്റ്റാണ് സെക്കൻഡ് പാർട്ടിലും. ഈ സിനിമയിലും കാർത്തി ഡബിൾ റോളിലേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ ജയം രവിൻ്റെ ബ്രദർ എന്ന സിനിമേൻ്റെ സാറ്റലൈറ്റ് അവകാശം അതുപോലെ തന്നെ ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ വിറ്റ് പോയിരിക്കുകയാണ്. സീ നെറ്റ്വർക്കാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുമ്പോൾ സീ തമിഴിലായിരിക്കും. അതുപോലെ തന്നെ OTT റിലീസ് ചെയ്യുമ്പോൾ സീ നെറ്റ്വർക്കിലായിരിക്കും. ഉലകനായകൻ്റെ ഇന്ത്യൻ 2 എന്ന സിനിമ അങ്ങനെ തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു ജൂലൈ മാസം 12-ാം തീയതി. അത്യാവശ്യം നല്ല അടിപൊളി റെസ്പോൺസാണ് സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമേൻ്റെ 20 മിനിറ്റ് ഇപ്പോൾ ഒറിജിനൽ വേർഷനിൽ നിന്ന് ട്രിം ചെയ്ത് കളഞ്ഞു എന്നാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പറഞ്ഞിരിക്കുന്ന സിനിമയിൽ നിന്ന്. അതും പ്രേക്ഷകരുടെ റെസ്പോൺസ് അനുസരിച്ചാണ് അതൊക്കെ ട്രിം ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ 3 എന്ന റിലീസിന് വരിക എന്ന് നോക്കുകയാണെങ്കിൽ 2025 പൊങ്കലിനാണ് ഈ സിനിമയുടെ തേർഡ് പാർട്ട് തിയേറ്റർ റിലീസിന് തേടി വരുന്നത്. ഈ സിനിമയിൽ നമ്മുടെ കാജൽ അഗർവാൾ അതുപോലെ തന്നെ കമലഹാസനൊക്കെ ആയിരിക്കും മെയിൻ വേഷങ്ങളിലായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന വെച്ചാൽ നമുക്ക് സിനിമയുടെ തേർഡ് പാർട്ടിനായിട്ട്. അതുപോലെ തന്നെ സിനിമയുടെ സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ പോയി കണ്ടവരും അഭിപ്രായം അൺബോക്സ് ചെയ്യപ്പെടുത്തുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.